ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, കുറേ ദിവസമായി. പക്ഷേ എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഗിഫ്റ്റുകൾ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഇനി എന്തിനാന്ന് ചോദിക്കുകയാണെങ്കിൽ വെറുതെ എൻ്റെ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ഡിലേ ആയത് എന്താന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അവൾ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ കൂടെ എന്തോ ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ അതെന്തോ ഓർഡർ ചെയ്തതിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വയനാട് പോകും. അപ്പോൾ എങ്ങനെയെങ്കിലും അതും കൂടെ കിട്ടിയിട്ട് ഒന്നെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ടോ അല്ലെങ്കിൽ അത് അവൾ ഇങ്ങോട്ട് അയച്ചിട്ടോ എങ്ങനെയെങ്കിലും അതും കൂടെ കിട്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും അവിടെ ചെല്ലുന്ന സമയത്ത് അവൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ആ ടൈമിൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഞാൻ എന്തായാലും നിൽക്കുന്ന ചുമ്മാ കാണിച്ചു തരാം. ഞാൻ മാളൂട്ടീൻ്റെ ഗിഫ്റ്റാണ് കാണിച്ചു തരാൻ പോകുന്നത്. ദിസ് ഇസ് സോ സ്പെഷ്യൽ ടു മീ. കണ്ടോ, ഞാനും അബ്ബയും മാളൂസും, ഞാനും മുബിയും മാളൂസും. പിന്നെ ഇത് ബട്ടർഫ്ലൈ ഉണ്ട്, ബർത്ത്ഡേ കേക്ക് ഉണ്ട്, പിന്നെ മോം ഐ ലവ് യു എഴുതിയിട്ടുണ്ട്. പിന്നെ പിന്നെ അതൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാളു. അപ്പം ഇതാണ് മാളൂസിൻ്റെ ഗിഫ്റ്റ് കേട്ടോ. മാളൂസ് സ്വന്തമായിട്ട് ഉണ്ടാക്കി തന്ന ഗിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പ്രഷ്യസ് ആണ്. അപ്പം ഞാനും കുഞ്ഞിതാകുമ്പോൾ ഇതുപോലെ ഗ്രീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ്. പിന്നെ മാളൂട്ടീൻ്റെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അതാണ് ഈ ചെരുപ്പ്. ഇത് മാളൂസ് അവൾക്ക് എന്താ വാങ്ങിത്തരണ്ടേ, അവളുടെ കയ്യിൽ അങ്ങനെ പൈസയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവൾക്ക് അങ്ങനെ എന്താ വാങ്ങിക്കണ്ടേ ഒന്നും അറിയാത്തതുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് വാങ്ങിക്കോളാൻ പറഞ്ഞതാണ് മാളു. അപ്പം ഞാൻ മാളൂട്ടീൻ്റെ ഗിഫ്റ്റായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ചെരുപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ചെരുപ്പ്. താങ്ക് യു മാം. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഞാൻ തന്നെ എടുത്തിട്ട് ഞാൻ അവളോട് താങ്ക് യു പറയാം. പക്ഷെ എൻ്റെ മാളൂസിൻ്റെ ഗിഫ്റ്റാണ് അത്. പിന്നെ ഇത് മുബിക്കാക്ക എനിക്ക് വാങ്ങിച്ചത്. അടിപൊളി ഒരു മേക്കപ്പ് ബോക്സ് ആണ്. മുബിക്കാക്ക എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. എന്താ വാങ്ങിക്കൊടുക്കുക ഒന്നും അറിയില്ല. പിന്നെ ഞാൻ അറിയാതെ വാങ്ങിത്തരുന്ന സർപ്രൈസ് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഞാൻ അറിയാതെ ഭയങ്കര പ്ലാൻ ചെയ്ത് വാങ്ങിച്ചത്. മാളൂസിന് അറിയായിരുന്നു തോന്നുന്നു അല്ലേ? എനിക്ക് അബ്ബ ജിമ്മ പോയി വരുമ്പം ഇതിന്റെ വീഡിയോ വരെ എടുത്തിട്ട് റീസെന്റ് ഡിലീറ്റഡിൽ ഇട്ടിട്ടുണ്ട് ബുദ്ധിക്ക്. ഞാൻ ശരിക്കും കാണുന്നത് അബ്ബ വീഡിയോയില് റീസെന്റ് ഡിലീറ്റഡിലുള്ളത് കാണിച്ചു തന്നപ്പോഴാണ്. പിന്നെ ഞാൻ കാണുന്നത് ഇത് രാത്രി സർപ്രൈസ് ആയി കൊണ്ടുവരുമ്പോഴും. അല്ലാതെ എനിക്ക് അറിയായിരുന്നു അബ്ബ ജിമ്മിൽ പോയി വരുന്നിട്ട് എന്നോട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് കേക്ക് മുറിക്കുന്നത്, എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കേക്ക് മുറിക്കുന്നതൊന്നും വലിയ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് കേക്ക് വാങ്ങാത്ത. അല്ലെ കേക്ക് വാങ്ങി വരുമെന്ന് എനിക്കറിയാം. ഇതാണ് അപ്പൊ ഈ ബോക്സിന്റെ ഉൾവശം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിലിടാനുള്ള മേക്കപ്പ് സാധനങ്ങളൊന്നും ഇല്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാ ഒരു മാല ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല ഇത്. അതെ, സെറ്റായിട്ടല്ല മാലയും കമ്മലൊന്നും, പക്ഷെ എല്ലാം നല്ല മാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെയിം മാല പോലത്തെ കമ്മല്, റിങ് ഉണ്ട്. അപ്പൊ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നത് കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പച്ചി എനിക്ക് മുബിക്കാക്കിൻ്റെ ബർത്ത്ഡേക്ക് മുബിക്കാക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോൾ അപ്പം തന്നെ എനിക്ക് ഒരു ഡ്രസ്സ് എടുത്ത് തന്നിട്ട് ഞങ്ങൾക്ക് മാച്ച് ചെയ്ത് എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇത് നിന്റെ ബർത്ത്ഡേക്കാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ്. അപ്പോൾ അതാണ് ഉമ്മച്ചീൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടോ. പിന്നെ ഉമ്മച്ചി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്, ഉമ്മച്ചി സത്യം പറഞ്ഞാൽ എനിക്ക് പൈസ അയച്ചു തന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞു. ഇനി എന്താണ് എനിക്ക് വേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുകയാണ് വാങ്ങിക്കാനെങ്കിൽ എന്ന് കരുതിയിട്ട് പൈസ ഇട്ട് തന്നിട്ട് പറഞ്ഞു ഇഷ്ടമുള്ള വാങ്ങിച്ചു തന്നു. അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു അത്തർ വാങ്ങിച്ചു. ഇതിന്റെ ബോട്ടിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബോട്ടിൽ തുറക്കുമ്പോൾ തന്നെ അതിന് മണം വരുന്നുണ്ട് കേട്ടോ. ചില്ലാണ്, ഹാൻഡിൽ വിത്ത് കെയർ. അപ്പം ഇതാണ് ആ അത്തർ. എനിക്ക് ഈ ബോട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പാക്കിംഗ് ഒക്കെ നല്ല ഭംഗി, രസമുണ്ട്, സ്മെല്ലും നല്ല അടിപൊളിയാണ്. വേണ പിന്നെ യൂസ് ചെയ്യാൻ ഇത് ഞാൻ അതുകൊണ്ട് പെർഫ്യൂം ഇവര് കാണാണ്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കാം. വല്ലപ്പോഴും ഞാൻ എടുക്കുമ്പോൾ മാത്രമേ ഞാൻ ഇവർക്ക് കൊടുക്കുള്ളൂ.
പിന്നെ മുർഷിയുണ്ട്, മുബിക്കാക്കിൻ്റെ അനിയൻ. അവനിപ്പോൾ അടുത്താണ് ലണ്ടനിൽ നിന്ന് വന്നത്. അപ്പോൾ അവൻ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടല്ലെങ്കിലും എനിക്ക് സ്പെഷ്യലായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനതെൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ തന്നെ എടുത്തു, അതങ്ങനെ ആക്കി ഞാൻ. അപ്പോൾ അതെന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം അത് അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാൻ അങ്ങ് അംഗീകരിച്ചു. ഓക്കെ, അവനിനി ചുമ്മാ തന്നെയാണെങ്കിലും ഞാനത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആക്കി. അപ്പം ഈ പെർഫ്യൂം ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് മണപ്പിച്ചിടാൻ പറ്റില്ലല്ലോ, അപ്പം നിങ്ങൾ ജസ്റ്റ് ബോട്ടിൽ കണ്ടാൽ മതി, അല്ലാതെ എന്ത് ചെയ്യാനാ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ബോട്ടിൽ ഇഷ്ടമായി. എനിക്ക് പെർഫ്യൂമിനേക്കാളും ഇഷ്ടം അത്തറാണ്. അതുകൊണ്ട് തന്നെ പെർഫ്യൂം ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടാവൂ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ ലൈറ്റ് സ്മെല്ലാണ്. പിന്നെ എൻ്റെ അനിയത്തിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ള ഗിഫ്റ്റ് ഇനി ബാലൻസ് ഉണ്ട്. അതെന്താന്ന് പറയാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. മേക്കപ്പ് സാധനങ്ങളൊന്നും അല്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. കാരണം അവൾ ഓൾറെഡി ഇപ്പൊ രണ്ട് മേക്കപ്പ് അറിയാം, അവളും പറയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവളിപ്പോ ഓൾറെഡി അയച്ചിട്ടുള്ളത് മേക്കപ്പ് സാധനങ്ങളാണ്. എനിക്ക് ആവശ്യമുള്ളത് എന്റെ ഫോണിൽ ഞാൻ കാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ നോക്കിയിട്ട് തപ്പി കണ്ടുപിടിച്ച് ഏതൊക്കെയാണ് അവൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇനിയുള്ളത് മേക്കപ്പ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താന്ന് എനിക്ക് അറിയില്ല, ഇനി അത് അവിടെ ചെന്നാലേ അറിയുള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ അവൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു സ്ട്രോബ് ക്രീം ഉണ്ട്. പിന്നെ അതുപോലെ ഒരു എനിക്ക് പാക്കിങ് ഇഷ്ടമായി, ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ് ഫോണിൽ. പിന്നെ നല്ലൊരു ഐഷാഡോ ഉണ്ട്, ഐഷാഡോ പാലറ്റ് ഉണ്ട്. അപ്പം അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കില്ലാത്ത സംഭവങ്ങളാണ് ഐഷാഡോ പാലറ്റ് ഇല്ല. അതുപോലെ സ്ട്രോബ് ക്രീം ഇല്ല. ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് കാർട്ട് ചെയ്ത് വെച്ചതാണ്, അവൾ വാങ്ങിച്ചു തന്നു. അപ്പം ഞാൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞ പല സാധനങ്ങളും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ലേ. അപ്പം അങ്ങനെ എല്ലാ ഗിഫ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു വലിയ ബോക്സ് നിറയെ മേക്കപ്പ് സാധനങ്ങളാണ്. നിങ്ങളായിരിക്കും ഇതൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് എന്തിനാണെന്ന്. പക്ഷെ എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് മേക്കപ്പിൻ്റെ ഒരു A to Z വരെയുള്ള സാധനങ്ങൾ വേണം. ഇതിലില്ലാത്തത് ഇനി ഒരുപാട് ഉണ്ടാകും. പക്ഷേ എന്നാലും അത്യാവശ്യം ഒരു മേക്കപ്പ് ചെയ്യാൻ വേണ്ട. പണ്ടൊക്കെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും അറിയാതെ ഫൗണ്ടേഷൻ എടുത്തിടും, എന്തെങ്കിലുമൊക്കെ വാരിപ്പൊത്തിയിട്ട് അങ്ങ് പോകും, കുറച്ച് ലിപ്സ്റ്റിക് ഇടും, അതൊക്കെ തന്നെയായിരുന്നു. ഫൗണ്ടേഷൻ ഇട്ടാൽ മേക്കപ്പ് ആയെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ കൺസീലർ, പിന്നെ കോമ്പാക്റ്റ്, പിന്നെ കോണ്ടോറ്, പിന്നെ അതുപോലെ എന്തൊക്കെയാ ബ്ലഷ്, അങ്ങനെ കുറേ സാധനങ്ങൾ, ഐഷാഡോ, മസ്കാര, ഐലാഷ് കേളർ, ബ്രഷുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ മേക്കപ്പിൽ ഉണ്ടെന്ന് ഞാനും കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങളെപ്പോലെയൊക്കെ മനസ്സിലാക്കിയത്. അപ്പം അത്യാവശ്യം വേണ്ട കുറേ മേക്കപ്പ് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പം നമുക്ക് എപ്പോഴും അങ്ങനെ വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ പൈസ ഇല്ലാത്തവർക്ക് ഇപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി പൈസ ഉണ്ടെങ്കിലും മേക്കപ്പിന് വേണ്ടി ഇത്രയും എമൗണ്ട് ഒക്കെ ചിലവാക്കണമെന്ന് ചിലർക്ക് ഭയങ്കര വിഷമായിരിക്കും. അപ്പം ഞാൻ പല സമയത്ത് അങ്ങനെ ആലോചിച്ച് ഞാൻ ഇത്രയും വാങ്ങിക്കണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനും വാങ്ങിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഗേൾസിന് എപ്പോഴും ഒരു ആഗ്രഹമല്ലേ മേക്കപ്പ് ഒക്കെ ചെയ്യാന്നുള്ളത്. അപ്പോൾ എപ്പോഴും മേക്കപ്പ് ഒന്നും ഇട്ട് നടക്കില്ല, എന്നാലും വല്ലപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഫൈനലി കാത്തിരുന്ന് വാങ്ങിച്ച മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണിത്. ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചത് നിങ്ങൾ കാണും, ചുമ്മാ കാണുന്നേ. മേക്കപ്പിന്റെ പുറമെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അണ്ടർആം റോളറാണ്, അങ്ങനെയല്ലേ പറയാ, തന്നെ പറയാ, റോളർ കോസ്റ്റർ പോലൊരു സാധനം. അതൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സ്കിൻ കെയറിലുള്ളത് ഉണ്ട് കുറച്ച് അങ്ങനത്തെ. ഇതെന്താ അറിയാം, ഇവക്കെല്ലാം അറിയാം. ഇപ്പൊ തന്നെ പൊട്ടും. നിങ്ങളൊക്കെ പറയുന്നുണ്ടാവും ഇവളീ വാങ്ങിക്കൂട്ടി ഇതൊക്കെ എന്തിനാണെന്ന്. അതാണെന്നൊക്കെ വീണ് പൊട്ടാൻ പോണത്. ഇതുണ്ടോ സിറം. ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാന്നിനി യൂട്യൂബ് നോക്കി പഠിക്കണം. അല്ല ഇതിങ്ങനെ അങ്ങനെയൊക്കെ തോന്നുന്നു. പിന്നെ ഇത് ഞാൻ ഒരുപാട് ബ്രഷസ് ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ കൂടുതലും കൈ കൊണ്ടൊക്കെ തന്നെയാണ് മേക്കപ്പ് ചെയ്യാം. ഇത് പക്ഷെ ഞാൻ ഒരു 2-3 ബ്രഷ്, ഫൗണ്ടേഷൻ പൗഡർ ഇടാൻ, ഒരു ബ്ലെൻഡർ, അതെനിക്ക് ബോക്സ് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഗിഫ്റ്റ്. യെസ്, ഫസ്റ്റ് നമുക്ക് ബ്ലെൻഡറും ഐലാഷസും നമുക്ക് വെക്കുന്നതും ഓപ്പൺ ചെയ്യാം. ഐലാഷസ് ഇത് ലിറ്റുവിന്റെ ഐലൊക്കെയാണ് ഞാൻ കണ്ടത്. അതെ, എൻ്റെ അനിയത്തിക്കെല്ലാം ഉണ്ട്. എനിക്കാണ് ഇപ്പോഴായത്. നോക്കാം നമുക്ക് എങ്ങനെ. അമ്മ ശ്രദ്ധിക്കും.
നമുക്ക് പഠിച്ചിട്ട് ചെയ്യാം. പിന്നെ ഓരോരോ ആഗ്രഹങ്ങളെ. മാളൂസ് മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കലില്ല, അതുകൊണ്ട് മാളൂസിനെ പോലത്തെ കുട്ടികളൊന്നും മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിക്കരുത്. നിങ്ങളുടെ നല്ല സ്കിന്നെ നിങ്ങൾ നാശാക്കരുത്. ഓക്കെ, ബ്ലെൻഡർ ബ്രഷൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളി ബ്രഷ്, നല്ല രസമുണ്ട്. എനിക്ക് ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ ഭയങ്കര ഇതിലൊക്കെ പൗഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾ യൂസ് ചെയ്യാത്തുള്ളൂ. അല്ലാണ്ട് ബേബി പൗഡർ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനത്തെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല. അതെ, അത് മേക്കപ്പ് പ്രൊഡക്ട്സ്, ബ്രഷുകളല്ല പ്രൊഡക്ട്സ് ആണ് കുഴപ്പം. എല്ലാ ബ്രഷും കൊള്ളാട്ടാ. കള്ളാട്ട കള്ളാട്ട കല 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 കള്ളാട്ട. അപ്പൊ അങ്ങനെ 4 ബ്രഷസ് ആണുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു കളർ കേട്ടോ. ഭയങ്കര വെറൈറ്റി. ഇതെനിക്ക് പണ്ട് എന്തോ ഒരു കുഞ്ഞിതായപ്പോ ഉണ്ടായിരുന്നു ഈ ഒരു മോഡല്. ഇത് നമ്മളെ ഐബ്രോ ഇങ്ങനെ വരച്ചു കൊടുക്കാനൊക്കെ. അടുത്ത പേഷ്യന്റ് വരും. അപ്പൊ നെക്സ്റ്റ് എന്താന്ന് വെച്ചാല് ഇതെന്താണ്, കൺസീലർ. കൺസീലർ നമുക്ക് ഉണ്ടോ അവിടെ ഒരു കറുപ്പ് ഡോട്ട് ഉണ്ടായിരുന്നില്ലേ, അതിങ്ങനെ മാഞ്ഞു പോകും. അതിനാണ് കൺസീലർ. പണ്ട് നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഈ പപ്പടം എടുത്ത് മുഖത്തൊട്ടിച്ച് വെച്ചും അതിൽ മേക്കപ്പും ചെയ്ത് പോകും. കുറച്ച് കഴിയുമ്പോഴേക്കും വേർത്ത് മേക്കപ്പ് ഇവിടെയും മുഖം പുറകിലുമായിട്ട് നിൽക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതെന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് ചെയ്യാത്തോണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രൈമർ ഇടണം. അതിങ്ങനെയല്ല, ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടാണ് തോന്നുന്നു കൺസീലർ, അതോ കൺസീലർ ഇട്ടിട്ടാണ് ഫൗണ്ടേഷൻ, അതൊക്കെ ഒന്നും കൂടി എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം വാങ്ങിച്ചത്. അതുപോലെ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഉണ്ട്. ഇതൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്ത് നല്ല സെറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് വാങ്ങിക്കുന്നത്. നമ്മൾ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അവർ ചെയ്തു തരും. പക്ഷെ ഞാനിത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാൻ പോകുന്നേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഇനി വരും. പിന്നെ ഹൈലൈറ്റർ ഒരു കുഞ്ഞ് ഹൈലൈറ്ററാണ് വാങ്ങിയത്. ഹൈലൈറ്റർ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചത്. യെസ്, ആ ഒരു ഗ്ലോ വന്നാണ്ട്, ആ ഒരു തിളക്കം വന്നാണ്ട് അവിടെ കണ്ട, അവിടെ ലൈറ്റ് കത്തണണ്ടാ. കോമ്പാക്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അത് തീർന്നതുകൊണ്ട് ഞാൻ വേറെ വാങ്ങിച്ചു. അതെ, ഒരു 2-3 ഇടലിനുള്ളതേ ഉള്ളൂ. അത്ര ചെറുതായിട്ട്, അത്ര ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ വല്ലപ്പോഴും അല്ലേ ഇടുള്ളൂ. അപ്പോൾ കുറേ കാലം എടുത്തു വെച്ചിട്ട് ഡേറ്റ് ഒക്കെ തീർന്നിട്ട് കൊണ്ട് കളയേണ്ടി വരും. പിന്നെ ഇതാ ഞാനൊരു ലെൻസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഞാൻ പ്രോഗ്രാമിന് പോയപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് ലെൻസ് ഒന്നും വെച്ച് ഒരുങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് 1 ടൈം യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇത് ഒരുങ്ങുന്ന ടൈമിൽ ഇത് വെച്ച് നോക്കാൻ പോലും പറ്റുള്ളൂ. അത് അപ്പം ഞാൻ എന്തായാലും കാണിച്ചു തരാം കൊളാവോ ഇല്ലേ എന്നുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഞാനൊരു ലിപ് മാസ്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതെ, തൊപ്പിയൊക്കെ ഇട്ടൊരു ബോട്ടിലുണ്ട്. ഇത് നൈറ്റ് കിടക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ലിപ്പില്. രാവിലെ നമ്മൾ തുടച്ചു കളയാം. റെഡ് കളറിലാണുള്ളത്. ഇത് ആ ലിപ്പിന്റെ ആ ഒരു പിഗ്മെന്റേഷനും ആ ഒരു ഡാർക്ക് കളർ ബോട്ടിലാണ് തരാം. അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ലിപ് ബാം വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ നോർമലി ഒന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മേക്കപ്പിന്റെ ഒന്നും ആവശ്യമില്ല. സൺസ്ക്രീനും അതുപോലെ ലിപ് ബാം ഒക്കെ യൂസ് ചെയ്താൽ. അപ്പോൾ ലിപ്സ്റ്റിക്കിന് പകരം ഇത് ഉപയോഗിച്ചാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് കുറച്ച് കളറുള്ള ലിപ് ബാം വാങ്ങിച്ചിട്ടുള്ളത്. ഒരു ഗ്ലോ ഒക്കെ ഉള്ള ലിപ് ബാമാണിത്. പിന്നെ എല്ലാം കൂടെ ഇട്ട് കാണിക്കാനും കൂടെ നമുക്കിപ്പോൾ ടൈമില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പ്രൊഡക്റ്റ് മാത്രം കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന വേറെ വീഡിയോ ചെയ്യാം. ലാഷസ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ, അതുപോലെ ഫങ്ഷൻസിന് യൂസ് ചെയ്യാൻ. അതൊക്കെ ഒരുങ്ങുന്ന ടൈമിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് എനിക്കും മാളൂനും കൂടെ വാങ്ങിച്ചതാണ്. ഞാൻ ബോക്സ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് 2 സൈഡിൽ വരുന്ന ബ്രഷ് ഉണ്ട്. ഒന്ന് ഐബ്രോ യൂസ് ചെയ്യാനും ഒന്ന് ഐലൈനർ വരയ്ക്കാനും. ഇത് ഞാനിങ്ങനെ ഐബ്രോ നമുക്ക് ഐലൈനർ ആകുമ്പോൾ പെട്ടെന്ന് തീർന്നു പോകും. ഞങ്ങൾ 2 പേര് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അറിയില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ കൺമഷി പോലെ ഇങ്ങനെ എടുത്തിട്ടൊക്കെ വരച്ചാൽ മതി. അപ്പോൾ ഇത് ഫസ്റ്റ് ഉള്ളത് ഐബ്രോ ആണ് കേട്ടോ. ഐബ്രോ തന്നെതാ കണ്ടോ, ഇത്രയും കളർ വരുന്നുണ്ട്. പിന്നെ ജെല്ലാണ് കേട്ടോ, ജെൽ ലൈനറാണ് വരുന്നത്. നൈസ്.
ഐലൈനർ പോലെ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അണ്ടർ ഐ ക്രീം വാങ്ങിയിട്ടുണ്ട്. ചില സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. ഞാനത് മൊത്തത്തിലൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ടൈമിൽ ഞാൻ ഇതെല്ലാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ യൂസ് ചെയ്യുന്നതും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ അണ്ടർ ഐ ക്രീം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മേക്കപ്പ് പ്രൈമർ. അറ്റ് ലാസ്റ്റ് എന്താണിത്, എനിക്ക് തന്നെ ഓർമ്മയില്ല എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്. യെസ്, ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ. അത് മറന്നുപോയി. ഫൗണ്ടേഷൻ എൻ്റെ സ്കിൻ കളറിന് മാച്ചാണോ? യെസ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും. ഇതെന്തിരുന്നാ? വാവ്, കൺസീലറിന്റെ കൂടെ ഇതുണ്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. മാളൂട്ടിക്ക് വേണോ? കുഞ്ഞത്. ഇത് വലിയ ആൾക്കാർക്ക് ചെയ്യുന്ന തന്നെയാണ്. നമ്മുടെ ഫിംഗറിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കണ്ണിന്റെ അടിയിലൊക്കെ അപ്പൊ ഇത് മാളൂസിന്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.